സിഗല്ലായി പോയി. വണ്ടി എടുക്കടോ, ഇങ്ങോട്ട് എടുക്കടോ. ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോ ഉണ്ടാക്കുവാടോ? അയ്യോ, വണ്ടി എടുത്ത് മാറ്റോ. എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ, വണ്ടി പിന്നെ ഊട്ടറില കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാർ അകത്തേക്ക് കയറിയിരിക്കേ. എന്താ വെയില്, സാറ് വല്ലാതെ കറുത്തു. വാ സാർ അകത്തേക്ക്. ഈശ്വര, വീരപ്പൻ കുറിപ്പ്. ഓക്കെ സാർ. നീ എന്താണ് തമാശ കളിക്കണം? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റടാ തെണ്ടി. ഇനി മാറി കാലെ കൊണ്ടതാ കൊല്ലും ഞാൻ. കാറിന്റെ അകത്ത് അയ്യോ, അത് വൃത്തിയിലാണ് ചാവേ. എന്താണ് എലി എലി എലിയല്ലടാ, പുലിയ. ഓടരുത്, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചത്? അതാണ് എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർത്ത എലിയെ വകവരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുപോകണം. എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോഡിൽ വെച്ച് എലിയെ കൊല്ലാൻ വേണം നിയമമുണ്ടോ? ജാം. ജാമോ? അതും അവൻ തിന്നു. ആ ജാമല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ സി ഐ വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി നിൽപ്പുണ്ട്. വണ്ടി മാറ്റണം. ഓ, കിട്ടി സാർ, കിട്ടി. ആരടവൻ? ഇതാണ് സുന്ദരൻ. ഇവനെയാണോ സുന്ദരാന്ന് വിളിച്ചത്? വണ്ടി എടുക്കടാ. വണ്ടി ഞാൻ എടുത്തോളാം. ആരടാ പറയുന്ന അടിച്ചത്? ആരടാ? അയ്യോ, നീയാണല്ലേ? എന്താണ് ഇത്? ഡോറ. കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താ വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില്. വണ്ടി എടുക്കടാ. ഒന്ന് മാറണം. എന്താടാ? വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായി പോയി. പോയി വണ്ടി അല്ലടാ, വേഗം ചെല്ലടാ. സാറേ, അവൻ പറ്റിക്കും, തള്ളൂല. ഒന്ന് പോയി നോക്കൂ. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കൻ്റെ അച്ചോ. എന്താ ഇത്? വണ്ടി. ഈ കാടും പണ്ടൊക്കെ എന്തിനാ ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. ഇങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ദേ ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല. അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ. കാരണം വണ്ടി നല്ല കണ്ടീഷനാണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിന് തന്നെ പോണ കാര്യം എന്താ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ഇഡലിയും ചായയും ഓൺ ദ വേല നിർത്തിയിട്ട് മേടിച്ചാ. ചായ കുടിക്കും. കല്യാണച്ചക്കൻ അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. സുന്ദര, അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ അയ്യോ, എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാ. കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും. അല്ലല്ല, അതെ, ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാണ്? ഞങ്ങളല്ലല്ലോ, ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ. സുന്ദര സുന്ദര അനങ്ങാതിരുന്നോ. ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും.
അനങ്ങിയാലത് കുത്തബ് മീനാറാകും. അടി ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. ഫാനില്ല. നോക്കട്ടെ നോക്കണം. പണ്ടാറ് ഇരുമ്പുണ്ടാക്കി. ഷർട്ടെടുക്ക്. കണ്ടടേ. പോയാ പിന്നെയും പെറ്റിക്കോട്ടായ. ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു, ഇടലേം കിടലി. പെട്ടെന്ന് പുറത്തില്ല, ഉടുപ്പിക്കും. അതോട് മാറ്റി ഉടുപ്പിച്ചു. ആഹാ മുടുക്കനായിപ്പ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഇതേതാ ആരാ ഇവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയാണ്. അയ്യോ അമ്മാവന്റെ മോനാ, കല്യാണച്ചക്കൻ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. ഓ പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. സമയം കളയാതെ അകത്തേക്ക് കയറാം. സമയമൊന്നും ആയിട്ടില്ല, രാഹുകാലം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. ഓ എന്തോന്ന് രാഘുവാനം, ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരല്ലേ. അല്ല നമുക്കൊക്കെ പിള്ളേരില്ലെന്ന് ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കുക. കേറിയവരൊക്കെ അവിടെ ഇരിക്കും. രാഹുകാലം കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ എന്റെ കല്യാണത്തിന് ഒരു രാഹുകാലം കഴിയാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല, ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലു പിടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നേ. അല്ല മണവാളം കേറില്ലേ? എടോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കി, എന്നിട്ട് ഞാൻ കേറാം. അല്ല വണ്ടി തിരിക്കാം, അവിടെ നിന്ന് മാറിയേക്ക്. എടോ താൻ വണ്ടി എടുക്കടോ. വണ്ടി എടുക്കാം അവിടെ. എടോ വണ്ടി എടുക്കാൻ. എന്റെ അമ്മോ എടാ നീ മതിൽ ചാടരുത്. എന്നാ ഞാനും ചാടും. കയ്യിലിരിപ്പതാ. പിന്നെ മിസ്സായി. ആരാ വെള്ളടിച്ച് പഠിപ്പിക്കുന്നത്? ആരില്ലേ? വെള്ളരിക്ക് പുല്ലടാ. ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു? പോലീസുകാരുടെ അടുത്ത കളി. ഒരു സ്മോൾ ഇങ്ങനെ സോറി ഇന്ന് കൊല്ലൂടാ. ഇവന്മാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായി.
ഹലോ 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 മൈക്ക് ടെസ്റ്റ് ചെയ്ത് കളിക്കണേ. ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ ഞാനാടാ. അത് കഴിഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞ് ഞാനാടാ. ഹലോ ഇവിടെ അടി നടക്കേട്. അതിലും വലിയ അടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പിണ്ണാക്കൻ എന്ത് വിലന്നോ? കിലോ 4 രൂപ. പിണ്ണാക്കലടാ, പരുത്തിക്കൊട്ട. പരുത്തിക്കൊട്ട് കാണണമെങ്കിൽ ഇങ്ങോട്ട് വേടാ, കഴിച്ചിടാ. കുനിച്ചിരുത്തി കൂമ്പിനടിക്കാം. ഇരുട്ടാണല്ലോ, കുഴപ്പമില്ല. ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടടി അടിക്കാം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. അപ്പൂപ്പ, ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ. അച്ഛാ, അച്ഛാ. മൊയിലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ഉണ്ണികൃഷ്ണ, ആ ക്യാഷ് എടുത്ത് ഇയാളെ നാട്ടിലേക്ക് തള്ളു. ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? പോടോ. എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അത് തുടരുത്. എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? ആ, മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടോ. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നുമില്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്തൊന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും അവിവേകം കാണിക്കരുത്. സുന്ദര, വിടറ. ഈശോ, അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കെട്ടിയതാ. എടുത്തു. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയിന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30-ാം തീയതി. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തിട്ട് പോയിക്കോ. സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ. അയ്യോ, അച്ഛാ രക്ഷിക്കണേ. അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. റൈറ്റ്. എന്ത് പോയ കാര്യം എന്തായിരുന്നു? RC ബുക്ക് കൊടുത്താ പൈസ തരാന്ന്. അതങ്ങോട്ട് കൊടുത്തേക്കായിരുന്നില്ലേ? അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലക്കെടുത്ത് വെക്കാനാ? രാവിലെ ആ അലവലാതി പെണ്ണ കടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളൂ. അമ്മേ, ഇവിടെ
നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ദേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്തു തന്നു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതേ കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാരം കേട്ടോ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി. ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത്? ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ? എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണമെന്ന്. നീ ഒരു 10 രൂപ കണ്ടെന്ന് കിട്ടണ ബസ്സിൽ കയറ്റി വിട്ടോളാം. എന്റെ 5 പൈസ ഇല്ലേ? കള്ളം പറയരുത്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. നീ എന്റെ തലേ കൈ വെച്ച് സത്യം ചെയ്തേ. എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുപോട്ടെ. ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ സത്യമായിട്ട് എന്റെ പൈസ ഇല്ല. വേണ്ട. എടാ എന്റെ 5 പൈസ ഇല്ല. എടാ ഞാൻ എനിക്ക് പൈസ- വിശ്വാസം. എന്റെ അമ്മോ. ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. മര്യാദയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത്. പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് കിട്ടി ഒറീസയിലേക്ക് പോകുന്നു. ആ അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു. അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പേര് വസുന്ധര. ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ അവക്ക് വെറും 2 വയസ്സ്. ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ 3 വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണർ ആയിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യ പിശാച് എന്ന് പറയുന്നതാണ് ശരി. അതെ, ആ മാന്യ പിശാച് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി. നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വസുന്ധര എന്ന ആ കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യ പിശാച് മുങ്ങുന്നു. അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു. പിശാച് ഇവിടെ വന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. തലയിൽ മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇത് മറ്റാരോടും പറഞ്ഞിട്ടില്ല. പറയേണ്ടി വന്നേക്കും. ഞങ്ങളുടെ RC ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര കൈമളുടെ ജാരസന്ധതി കഥ ഞങ്ങളുടെ അങ്ങാടി പാട്ടാക്കും. ഇത് സത്യം. ശിവം സുന്ദര. പിന്നെ സാറിന് ഈ ഓഞ്ഞ മൊട്ടത്തല പുറത്ത് കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യണോ? നോ, വൈറ്റ് മെയിൽ. ഞാൻ പുറത്തുണ്ടാവും ഉണ്ണി. നിനക്കൊന്നും ഇനി ഒരു അളവുമില്ല. 24 മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും. Get out. Get out. ജനിച്ചിട്ട് ഇത്രയും വർഷമായി